മുളക് ഇങ്ങനെ തണ്ടോടെ തീറ്റ. എന്നിട്ട് മുളക് ഇങ്ങനെ ഓ എനിക്ക് എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ കടിക്കില്ല. അയ്യോ വെള്ളാടാ, മൊത്തം വെള്ളം. ആ വാതിൽ പൊളിഞ്ഞു കിടക്കുന്ന. അതിന് അവിടെ വെള്ളം ചാടിയില്ലല്ലോ. അയ്യോ ദൈവമേ, എത്ര കുടു പിടിക്കുന്ന നോക്കണം. കുടു എന്താ പിടിക്കുന്നേ? എന്താ പിടിക്കുന്നേ? എന്താ എടുക്കുക? കുടു വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. എന്നെ കുടുവിനെ മോനസിനെ ഇവിടെ ആക്കി പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ 10 മണിയാകുമ്പത്തേനും വരാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടാട്ടോ പോയത്. ഇളക്കാതെ പിടി. പക്ഷേ ഉണ്ടല്ലോ, പോയി കഴിഞ്ഞപ്പോൾ പെരുമഴ ചോരുന്നേ ഇല്ല. 11 മണി കഴിഞ്ഞു മഴ ചോർന്നപ്പോ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇനി പോരണ്ട, നിങ്ങൾ എന്തായാലും അവിടെ നിന്നോന്ന് പറഞ്ഞാൽ പിണങ്ങിയൊക്കെ നിൽക്കുക. അപ്പൊ എന്നാ പിന്നെ അവരെ പിണക്കം മാറ്റിയേക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്ന് ഇത് മാങ്ങ കിട്ടിയതാട്ടോ. അത് ഞങ്ങൾക്ക് മാങ്ങ കൊണ്ടു തന്നു. പിന്നെ താഴെ വീട്ടിൽ കയറിയിട്ട് പോകുന്നതാണേ. ആദ്യകൂട്ടിനെ അവിടെ ആക്കിയിട്ട് പോകുന്നു. കപ്പളങ്ങ അവിടെ ഇല്ല, കപ്പളങ്ങ പറിച്ചോണ്ട് വന്നാണേ. 2 പറിച്ചോണ്ട് വന്നു. പിന്നെ ഞാൻ ഇവർക്കൊരു പായസം ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ച് കുറേ ആയില്ലേ നമ്മള് പായസം ഉണ്ടാക്കിയിട്ട്. വിഷുവിന് കുടിച്ചാ പായസം. വിഷുവിന് പായസം ഉണ്ടാക്കിയോ? ഇല്ല. ഏതായാലും വേണ്ടില്ല, 2 പാക്കറ്റ് പാല് വാങ്ങി വന്നിട്ട് ഈ 2 പാക്കറ്റ് പാലിലേക്ക് 2 പാക്കറ്റ് വെള്ളം കൂടെ ചേർക്കും ഞങ്ങള്. എന്നാലും ഇവിടെ എത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ നല്ലൊരു പായസം, നീളത്തിലൊരു പായസം ഉണ്ടാക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കട്ടെ. പക്ഷെ ആദ്യം ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു പണിയുണ്ട്. ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഒരാൾ ഭയങ്കര വീഡിയോ കൊടുത്താട്ടോ. വന്നിട്ട് 5-10 മിനിറ്റ് ആയി. ഇവിടെ ഇരുന്നിട്ടാണ് തുടങ്ങിയത്. എന്നാ ഇവരിതൊക്കെ ചെയ്ത് വെക്കണ്ടേ, പാത്രമൊക്കെ കഴുകി വെക്കണ്ടേ, അതൊന്നും ചെയ്ത് വെച്ചില്ല കേട്ടോ. മോനിച്ചിന്ന് ഭയങ്കര മടിയായിരുന്നു തോന്നുന്നുണ്ടല്ലോടാ. മാങ്ങ എടുത്തു തന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അമ്മേ, ഈ വാതിലൊന്ന് റെഡിയാക്കണല്ലോ മോച്ച കേട്ടോ. ഇതൊരാണി വെച്ചിട്ടേ ഇവിടെ ചോരുന്നുണ്ട്. പ്ലാസ്റ്റിക് കിടക്കാനും മോൾ ചോർന്നില്ലല്ലോ. എന്നിട്ടൊന്നും വണ്ടിയൊന്നും ചെയ്തില്ല, വണ്ടിയൊന്നും കിട്ടിയില്ല. ബ്രേക്കർ കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസം വൈകുന്നേരം, അതായത് ഇന്നലെയൊന്നും അല്ല, മിനിയാന്നൊന്നും തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ രാവിലെ പോരുമ്പോൾ ഞാൻ മോനൂസിനെ ആദ്യകൂട്ടിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യകൂട്ടിനല്ല, മോനൂസിനെയും കുടുവിനെയും ആദ്യനെ കൊണ്ടുവന്നു കേട്ടോ. നല്ല മഴ, എങ്ങനെ 4 ആളും കൂടെ പോരുമെന്ന് ചോദിച്ചിട്ടാട്ടോ അവിടെ നിർത്തി പോകുന്നത്. അപ്പം അവന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഞാൻ കൊണ്ടുവരാത്തതിൽ. അപ്പം പിന്നെ ഞാൻ അങ്ങനെ പിന്നെ കുറേ ആയി ഒരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച്, ഞാനും മക്കൾക്ക് ജോലിക്ക് പോകുന്ന നമ്മൾ താഴെ വീട്ടിലായിരുന്നപ്പോൾ പോലും കുറച്ച് സമയം ഉണ്ടാവും നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തെ വീട്ടിലെ പണിയും കൂടെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തിന്നിട്ട് വിശപ്പ് മാറ്റി കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാനും കഴിയാറില്ല. അങ്ങനെയൊന്നും അധികം അങ്ങനത്തെ ഒന്നും വാങ്ങാനും നമുക്ക് കഴിയില്ല. എങ്ങനെ നോക്കിയാലും അയ്യോ അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം, അങ്ങനെ വെച്ച് ഇന്ന് എന്തായാലും വേണ്ടില്ല പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. പോടാവുന്നു കല്ലുപ്പ്, പിന്നെ റോസ്റ്റഡ് സേമിയ. ഇത് വറക്കണ്ട. ഓക്കെ,
ഉറക്കം തോന്നുന്നു. ഒരാഴ്ചയും കൂടി ഉള്ളൂ പരീക്ഷയ്ക്ക്. ഇനി എപ്പോഴാ പഠിക്കല്? 24-ാം തീയതി പരീക്ഷ. എന്താ കൊടു പേടിപ്പിക്കല്ലേ കൊടു. അയ്യോ, ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ പാറ്റേ. വെള്ളം മരുന്ന് പിടിക്കണ്ടാ, വെള്ളം മരുന്ന് പിടിക്കണ്ട. ഇത് വെള്ളം, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പാലിന്റെ കവറ് കുലുക്കുക. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. ഇങ്ങനെയൊന്നും എല്ലാവരും ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ അതിനകത്തുള്ള ഇതല്ല, എന്നിട്ട് അത് ഇതിനകത്തേക്ക് വയ്ക്കുക. അങ്ങനെ ഒരു കവർ വെച്ചു. ഇനി അടുത്ത കവറിലും അതുപോലെ കുറച്ച് വെള്ളം വെക്കുക. ഇവിടെ എന്താ കുടിച്ചിരിക്കുന്നത്? എന്നിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. ഒളിച്ചുകളി ഒളിച്ചുകളി. ചേട്ടായും കൂടും ഒളിച്ചുകളിയാണ്. ഒളിച്ച് എണ്ണിയുടെ എണ്ണി. ഇനി ചേട്ടായി എണ്ണും കൂടും. ഇനി ചേട്ടായി എണ്ണും. ഇനി ചേട്ടായി എണ്ണും കൂടും. ഒളിക്കി വേറെ സ്ഥലത്ത് ഒളിക്കി, വേറെ സ്ഥലത്ത് ഒളിക്കി പോയിട്ട്. അവിടെ അതിന്റെ അടിയിലാ. പാല് തളിച്ച് തീർത്ത് പോവും മക്കളെ. ഇത് വറുത്തതാ. എന്താ കൂടെ വച്ചേട്ടെ? പായസത്തിന്റെ കൂടെ കറക്കില്ല കൂടെ നോക്കാം. അപ്പൊ പായസം സേമിയ അടുപ്പത്തിട്ട് വേവുന്ന സമയം കൊണ്ട് കോവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും കോവയ്ക്ക ഇങ്ങനെ അരിയേണ്ട, നീളത്തിൽ അരിയാനൊക്കെ എന്നോട് പറയുന്നുണ്ട്. സമയം എളുപ്പമല്ലേനെ. പക്ഷെ ഉണ്ടല്ലോ ഇങ്ങനെ അരിഞ്ഞ് ശീലമായിട്ട് ഇപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ട് കൂട്ടുമ്പോൾ രുചിയില്ലാത്ത പോലെ തോന്നും. അപ്പൊ ഇതിപ്പോ സേമിയ വേകുമ്പോഴത്തേക്കും ഇതിവിടെ റെഡിയാവും. അപ്പൊ അത് അടുപ്പത്തേക്ക് വെക്കാലോ. തൽക്കാലം ഇന്ന് അടുപ്പ് കത്തിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് മഴ പെയ്ത് ആകെ പെരും മഴയായിരുന്നു. മുഴുവനും വെള്ളം. ആ ഭാഗത്ത് വിറക് പിന്നെ ഇപ്രാവശ്യം വിറകുണ്ടാക്കിയത് പോകാൻ പറ്റാത്തതുകൊണ്ട് വിറക് കുറവാണ്. അതുകൊണ്ട് ഇനിയിപ്പോ അടുപ്പ് കത്തിക്കല് കണക്കാണ്. ചോറ് എങ്ങനെയെങ്കിലും വെക്കാം. ബാക്കിയൊരു സാധനം ഇനിയിപ്പോ നടക്കലുണ്ടാവില്ല. ഇനിയിപ്പോ എപ്പോഴാ വിറകിന് പോവുക? ഇനിയിപ്പോ മഴയായില്ലേ. പിന്നെ ഇവരൊക്കെ ഇപ്പൊ വിറകിന് വരാൻ ഭയങ്കര മടിയാ. എടാ എന്താ നീ ഒന്നും മിണ്ടാത്ത? കഴിഞ്ഞ ദിവസം കുറച്ച് കൊത്തി കീറിയതൊക്കെ. എന്താ കാണിക്കുന്നേ? ഫാനിന്റെ മുകളില് എന്താ കാണിക്കുന്നേ? ഈ ഫോണിന് എന്താ സൗണ്ട് കുറവാണ് കേട്ടോ. പറയുന്ന വോയിസ് പല സ്ഥലങ്ങളിലും സീരിയസ് സൗണ്ട് കുറവുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കോവയ്ക്ക് ഏതാണ്ട് അരിക്ക് കഴിയാനായപ്പോഴത്തേക്കും സേമിയ വന്നിട്ടുണ്ടേന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തേക്ക് ചോറിന് രാവിലെ മീൻ വറുത്ത് വെച്ചത്, ഉണക്കമീൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഉണക്കമീൻ വറുത്തത് ഉണ്ടായിരുന്നു. കൂടെ ഏകദേശം കോവയ്ക്കത്തോരനും കൂടി ആക്കിയാൽ അത് മതിയല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ സേമിയ ആയപ്പോഴത്തേക്കും കോവയ്ക്ക വേവിച്ച് വെച്ചിട്ടോ. പിന്നെ അത് പായസം ഇറക്കി കഴിഞ്ഞാൽ അടുപ്പത്തോട്ട് അങ്ങ് വെക്കാമല്ലോ എന്ന് കണക്കാക്കി. പിന്നെ ഇത് സാധാരണക്കാരുടെ പായസമാണ് കേട്ടോ. ഇതിൽ മിൽക്ക് മെയ്ഡും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഉണ്ടാവില്ല. സേമിയയും പഞ്ചസാരയും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല. എന്താ ഇപ്പോൾ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും വാങ്ങുന്നതിന് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാലും സേമിയ വാങ്ങിയാണ് പോകുന്നത്. പിന്നെ നെയ്യ് കുറച്ച് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരി അവിടെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മുഴുവൻ തിരഞ്ഞു കേട്ടോ. തിരഞ്ഞിട്ട് കാണാത്തത് കൊണ്ട്
ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് സേമിയ വെന്ത് കഴിഞ്ഞ് അതിനകത്ത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് വെറുതെ നെയ്യ് ലേശമുള്ളത് കുറച്ച് നെയ്യ്, ഒരു സ്പൂൺ നെയ്യ് അതിലൊഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഏലക്കായ ഉണ്ടായിരുന്നു. ഏലക്കായ എന്തായാലും സേമിയ പായസത്തിൽ പൊടിച്ചിട്ടാലേ അതിൻ്റെ രുചി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഏലക്കായ പൊടിച്ചിട്ടു. കുടു അത് അപ്പോഴത്തേക്കും പച്ച കോവയ്ക്കൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങോട്ട് നീക്കാം, അങ്ങോട്ട് നീക്കാം. അയ്യേ കൊടുത്തു തോറ്റു. തൽക്കാലം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്ത പായസം. ഏലക്കായ ഇടാം കേട്ടോ, ഏലക്കായ ഉണ്ട്. കോവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയില്ല, വേവുന്നുള്ളൂ അല്ലേ മോൻ്റെ? കുടിന് വെച്ചിനാ എന്തൊരു ചിരിയാത്. ദൈവമേ, എൻ്റെ കുഞ്ഞിക്കുടു പായസം കാണും. ഞങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിട്ടാലല്ലേ അതിനൊരു രുചിയുള്ളൂ. തൽക്കാലം ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാതെ നെയ്യ് അങ്ങ് വറുത്ത് വെച്ചു. ലേശം നെയ്യ് ഉണ്ടായിരുന്നു, നെയ്യ് വെച്ചു കേട്ടോ. ഏലക്കായ നല്ലപോലെ പൊടിച്ചിങ്ങോട്ട് ഇട്ടാ മോൻ്റെ നമുക്ക് അടിപൊളി പായസമാവും. ഗ്ലാസ് എടുക്കാനായില്ല. ഇതിൽ ഏലക്കായ പൊടിച്ചിടട്ടെ. എന്നിട്ട് വേണം പൊന്നെ, ഇതിന്റെ പായസം അല്ല സൂപ്പറായി. ഒരു കവറ് വെച്ചിട്ട് പൊടിക്കാം. പഞ്ചസാര ഇട്ട് ഇനിയില്ലേ, ആ അമ്മിക്കുട്ടി എടുത്തിട്ട് ആ കവറ് മടക്ക്. ഇനി അമ്മിക്കുട്ടി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇടിച്ചാൽ മതി. നല്ലപോലെ പൊടിഞ്ഞോളൂ. ചൂടാറ്റി എങ്ങനെയുണ്ട് പറയ്. തല എങ്ങനെ ആട്ടിയെ കാണൂ? കുറച്ച് ഇത് വേവാണ്ട്. ഇനി വേവാണ്ട് നോക്ക്. ഇത്ര വേണ്ട, അതമ്മ എടുത്ത് കളയണ്. കളയല്ലേ കൊടു. ഇത്ര വേണ്ട, ഇതല്ലേ ഇങ്ങനെ ഇതല്ല ഉണ്ടോ? അമ്മന്റെ കുട്ടിക്ക് അമ്മ തരാലോ. നിക്കടാ ചക്കര, ഇത് പൊട്ടിയാണ് കുഞ്ഞ ക്ലാസ്. അമ്മക്കിടാ, എനിക്കിടാ. ഞാൻ ഡാൻസ് കളിച്ചിട്ട് സമ്മാനം കിട്ടിയ ക്ലാസ് ആക്കും. പൊട്ടിക്ക് ഇങ്ങനെ കുടിക്കാൻ കഴിയില്ലട്ടോ. കൂടെ നല്ല ചൂടാ പിന്നെ. അമ്മ ചൂടാറ്റി പാത്രത്തിൽ വെച്ച് തരാം. പാവം കൂടുവിന് ആദ്യക്കൂട്ടനെ അച്ഛനൊന്നും കാത്തുക്കാൻ നേരില്ല കേട്ടോ. പായസം താമേ എന്ന് പറഞ്ഞിട്ടാ ഇറങ്ങി ചൂടോടെ കുടിക്കുകയാണ് പായസം. കൊടു പായസം എങ്ങനെയുണ്ട്? കൊടു എങ്ങനെയുണ്ട് പായസം? ഇഷ്ടായോ? ഇഷ്ടായില്ല? കൊടുവിന് ഇഷ്ടായോ? സൂപ്പറാണോ? കൊടുവിന് എന്താ ഒരു ഉഷാറില്ലാത്ത പറയാൻ? ഇഷ്ടായോ പറ. കൊടുവിന് വേണ്ട, നമുക്ക് കുടിക്കാം. അവിടെ രസമുണ്ടോ? ഉണ്ടോ?
പിന്നെ കുടു ആ മോനുസും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുടുവിൻ്റെ പായസം കുറച്ച് മോനുസ് എടുത്തു, പിന്നെ കുടു പിണങ്ങി. അങ്ങനെയൊക്കെ കൂടെ കളിയായിട്ട് അവർ കഴിച്ചു കേട്ടോ. ഒരു അച്ഛനും ആദ്യക്കുട്ടനും വരുമ്പം കുറച്ച് ഇന്നെ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു തൽക്കാലം കുറച്ച് പായസമൊക്കെ കുടിച്ചു. ഞാനും ഒരു അര ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്ത് കിട്ടിയാലും അതുപോലെ എന്തുണ്ടാക്കിയാലും താഴത്തുനിന്ന് ഞങ്ങൾക്ക് തരുന്ന കേട്ടോ താഴത്തമ്മ അമ്പിളി. അപ്പം ഞങ്ങൾ വയറ് നിറച്ചും കുടിക്കാനൊന്നും ഉണ്ടായി. എനിക്ക് തോന്നുന്നു അരക്കപ്പ് പായസം ഉണ്ടായിരുന്നല്ലോ കേട്ടോ കൊടുത്തു വിട്ടത്. അങ്ങനെ താഴത്തമ്മയ്ക്ക് കുറച്ച് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ഇവിടെ കലംവടിയായിരുന്നു. ആദ്യക്കുട്ടനും അച്ഛനും എവിടെയെന്ന് ചോദിക്കും ഇപ്പോൾ എല്ലാവരും. ആദ്യക്കുട്ടനും അച്ഛനും താഴത്തെ വീട്ടിലായിരുന്നു കേട്ടോ, നമ്മളെ വീട്ടിലായിരുന്നു കേട്ടോ. അവരവിടെ ബൾബിൻ്റെ ഇതൊക്കെ പിടിപ്പിക്കുകയായിരുന്നു. ഞായറാഴ്ച കഴിഞ്ഞ പണീൻ്റെ ബാക്കി ബൾബ് ഓർഡറും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുകയായിരുന്നു കേട്ടോ അവർ. പിന്നെ പറഞ്ഞു തന്ന സമയം കൊണ്ട് ഇത് ആദ്യക്കുട്ടനും അച്ഛനും എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യക്കുട്ടന് താഴെ വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരു പ്രകൃതമാണ്. അവൻ്റെ ആരോഗ്യത്തിനും അവൻ്റെ പ്രായത്തിനും ഉള്ള അതിൽ കൂടുതൽ പണിയൊക്കെ ചെയ്യും കേട്ടോ. അത് തന്നെയാണ് വലിയേട്ടായിൻ്റെ സ്ഥിതി കേട്ടോ. ചേട്ടായിക്കുട്ടിക്ക് ലേശം ഒരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. ചെന്ന് അവന് കളിക്കാനും അവൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് അവൻ കളിക്കാൻ പോകും. പക്ഷേ ആദ്യക്കുട്ടനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കളിക്കാൻ അവിടെ കിടന്ന് ചത്ത് പണിയെടുക്കും. അപ്പം ഞാൻ പറയും എൻ്റെ ആദ്യം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ഏതാണ്ട് അത് തന്നെയാണ് അവസ്ഥ, അതിലൊന്നും മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ പറയും അങ്ങനെ ആയിട്ട് കാര്യമില്ല, ആദ്യം ആരും ഉണ്ടാവില്ല നമ്മളെ കഷ്ടപ്പാട് കാണാനൊന്നും. അങ്ങനെ അവനവൻ്റെ ആരോഗ്യം കളഞ്ഞൊന്നും പണിയെടുക്കരുത്, അവനവൻ്റെ പ്രായത്തിൽ കൂടുതൽ വെയിറ്റൊന്നും എടുത്ത് പൊന്തിക്കരുത് എന്നൊക്കെ പറയും കേട്ടോ. ഇപ്പോൾ വലിയ ആളും മോനൂസും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ വെട്ടുകല്ലൊക്കെ എടുത്ത് പൊന്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ടെൻഷനാണ് കേട്ടോ. പക്ഷേ എല്ലാത്തിനും അവർ കട്ടയ്ക്ക് കൂടെ ഉണ്ട് കേട്ടോ. ഉണക്കമീൻ വറക്കുമ്പോൾ അതിനകത്തൊരു മുളകിടുക, ഇതുണ്ടോ ഉണക്കമീൻ നല്ലപോലെ വറക്കാൻ വെക്കുമ്പോൾ കൂട്ടത്തിൽ മുളക് ഇങ്ങനെ തണ്ടോടെ അങ്ങ് ഇടുക. എന്നിട്ട് മുളക് ഇങ്ങനെ എനിക്ക് എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ കടിക്കില്ല. അച്ഛനും മക്കളും വരും, ഞാനൊരു കഷ്ണം കടിക്കും. ഇത് മതി പൊന്നെ, ചോറ് തന്നെയായിട്ട് മതി. അപ്പം ഞങ്ങൾ ചോറിനിട്ട് കേട്ടോ. ഓക്കെ, ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എല്ലാവർക്കും അടുത്ത യുദ്ധം എന്താണെന്നുള്ളത്. ഉണ്ടതിൻ്റെ ബാക്കി കഴുകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരം പണിയാണല്ലോ ഇത്. എല്ലാം പെറുക്കി വാരി മുറ്റത്ത് കൊണ്ടുപോയിട്ടിട്ട് കഴുകുക. ഇനി ആ കഴുകലും കൂടെ കഴിഞ്ഞാലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, കേൾക്കൂല കേട്ടോ. ഈ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു അത്. എൻ്റെ ഫോണിന് കുറച്ച് സൗണ്ടൊക്കെ കിട്ടും, ഫ്രണ്ട് ക്യാമറ ഇല്ല. ഇത് എൻ്റെ ജോലി സ്ഥലത്തുള്ള ഫോണാണ് കേട്ടോ. ആ ഫോണിനാണെങ്കിൽ എന്താ പറയുക, സൗണ്ടും കിട്ടൂല. അപ്പോൾ അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് അടുക്കളയിലെ പണിയും ക്ലീനിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾ ഫ്രീ ആവുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും കുടു ആദ്യക്കുട്ടനും എല്ലാവരും ഇവിടെ റെഡിയായിട്ട് കളിക്കാനൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അവർക്ക് രാത്രിയായാൽ പിന്നെ അവർക്കൊരു കളിയുണ്ട് കേട്ടോ, എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഗെയിം കളിയാണ് കേട്ടോ. അപ്പോൾ ആ ഗെയിമിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഫോണ് വേണം. കാലിയായി ഗൈസ്, കാലിയായി. ഇത് കഴുകണോ? അങ്ങനെ നമ്മൾ കിളിക്കൂടിൻ്റെ വാതിൽ അടച്ചു കേട്ടോ. ഇതൊരു പഴയ വീടാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ്. താഴത്തമ്മേൻ്റെ മക്കളും മക്കളും അവർ അങ്ങനെ ഒരുപാട് തലമുറകൾ ജീവിച്ചു പോകുന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല വീട് വെച്ചപ്പോഴാണ് ഈ വീട് ഒഴിഞ്ഞു കിടന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വീട് കണ്ടു കിട്ടിയത് കേട്ടോ, വാടകയ്ക്ക് നിൽക്കാൻ. അപ്പോൾ എന്താ പറയുക, എല്ലാം കഴിഞ്ഞു. തിണ്ണയിൽ വന്നതാണ് ഈ കൂട്ടിയിട്ടൊക്കെ നാളെ അലക്കാനുള്ള തുണികളാണ് കേട്ടോ. അടിച്ചു വരുന്ന സമയത്ത് ഓരോരുത്തർ അലക്കാനുള്ള ബാക്കിയുള്ളത് അങ്ങോട്ട് പെറുക്കി വെക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നിടം വരെ വായന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരുപാട് ജോലി, നമ്മളിവിടുത്തെ ജോലിയും കഴിഞ്ഞ് വീടിൻ്റെ അവിടെ പോയി അവിടുത്തെ പണികളും കഴിഞ്ഞിട്ട് ചെല്ലുന്ന ദിവസം ചിലപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പുസ്തകം വെച്ചിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങി വീണ് പോകും. നമ്മുടെ ശരീരം എത്രയും ടയേർഡ് ആകുമ്പോഴേ. അല്ലാത്ത പക്ഷം ഞാൻ കുറേ അധികം നേരം ഇരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചെഴുതുമ്പോഴത്തേക്കും തന്നെ എൻ്റെ കണ്ണൊക്കെ അങ്ങ് അടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളെ സാഹചര്യം കൂടി നമുക്ക് അനുകൂലമാവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിലും കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇതിലും കഷ്ടപ്പെട്ട് നേടിയെടുത്തവരും ഉണ്ട്. ഏതാണെങ്കിലും പുറകെ ഒന്ന് പോയി നോക്കാം.